الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഈ മുഹറം മാസത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നാം വിശദീകരിച്ചത് മുഹറത്തെക്കുറിച്ച് പറഞ്ഞു, മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു, ഹിജ്റയെക്കുറിച്ച് പറഞ്ഞു, ആദ്യത്തെ ഹബശയിലേക്കുള്ള ഹിജ്റകളെക്കുറിച്ച് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് പറഞ്ഞു. ഇതിലൊക്കെ തന്നെയുള്ള പാഠങ്ങളും സന്ദേശങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതായ കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. ഹിജ്റ ഒരു വലിയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഹിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും. അങ്ങനെ ഒരു നാൾ 13 വർഷക്കാലം മക്കയിൽ അങ്ങനെ കഴിഞ്ഞ ശേഷം നുബുവത്തിൻ്റെ 13-ാം വർഷത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ പോകുന്നത്. അതോടുകൂടി വലിയ ഒരു മാറ്റമാണ് ലോകത്തുണ്ടായത്, ഇസ്ലാമിക സമൂഹത്തിനുണ്ടായത്, ഇസ്ലാമിനുണ്ടായത്. 1447 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഹിജ്റ നടന്നത്. അത് ക്രിസ്തബ്ദം 622 എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലം. 1000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാലം തന്നെയാണത്. അന്ന് നടന്ന ആ മഹാസംഭവത്തിൻ്റെ പാഠങ്ങളും സന്ദേശങ്ങളും ആധുനിക സമൂഹം വിലയിരുത്തുന്നു എന്നത് ഒരു വലിയ സംഗതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടു, ഗാർ സൗറിൽ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് യസ്രിബ് എന്ന് അന്നറിയപ്പെടുന്ന മദീനയിലേക്ക് പോയി. വഴിയിൽ പല സംഭവങ്ങളും ഉണ്ടായി. മദീനയിൽ ഖുബയിൽ താമസിച്ചു. അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിൽ കഴിഞ്ഞു. ഖുബാ മസ്ജിദ് നിർമ്മിച്ചു. അതുപോലെ തന്നെ അവിടെ ആളുകളുമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അവിടെ മദീനയിലെത്തി മസ്ജിദ് നബവി സ്ഥാപിച്ചു. പിന്നെ ഇസ്ലാമിൻ്റെ ശിരാകേന്ദ്രം, തലസ്ഥാനം ആ മസ്ജിദായി മാറി. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്ന സന്ദർഭത്തിൽ 3 വിഭാഗം ആളുകളെ അവിടെ കാണാൻ സാധിക്കും, കൂടെ ഉള്ളവരെയും കൂട്ടിയാൽ. അതിലൊന്ന്
മദീനയിലുണ്ടായിരുന്ന ഔസ് ഹസ്റജ് എന്ന് രണ്ട് കബീല, രണ്ട് സമൂഹം. ആ സമൂഹം അനുജന്മാരുടെ മക്കളായി രണ്ട് കബീലയായി തീർന്നതാണ്. അവരുടെ അസൽ യമനിൽ നിന്നാണ്. യമനിൽ നിന്ന് മദീനയിൽ വന്ന് താമസം ഉറപ്പിച്ച ഒരു സമൂഹമാണ്. അവരാണ് മദീനത്ത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ. അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മുമ്പ് ഹജ്ജ് സന്ദർഭത്തിൽ മക്കയിൽ, മിനായിൽ, അഖബയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഔസ് ഖസ്റജ്. അവർക്കിടയിൽ വലിയ തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു, യുദ്ധങ്ങളും ഉണ്ടായിരുന്നു അന്ന്. അതിന് ഇസ്ലാമിൽ വന്ന ശേഷം അവർ വളരെ സൗഹാർദ്ദത്തിലായി. ഇസ്ലാം അവരെ നന്നാക്കി എന്നർത്ഥം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. അന്ന് മദീനയിലുണ്ടായിരുന്ന മറ്റൊരു വിഭാഗമാണ് യഹൂദികൾ. 3-4 പ്രമുഖ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അവരും ഈ ഔസ് ഖസ്റജ് വിഭാഗങ്ങളോടൊപ്പം തന്നെയാണ് ആ നാട്ടിൽ തന്നെ താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്നതിന് മുമ്പ് എത്തിയവരും പിന്നെ എത്തിയവരുമായ സഹാബിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ എത്തുമ്പോൾ അവരെ സഹായിക്കാൻ നേരത്തെ മദീനയിലെത്തിയ ഉണ്ടായിരുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ചാണ് പറയുന്നത് അൻസാർ എന്ന്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന ആളുകളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും സഹായിച്ച മദീനക്കാരായ ആളുകളാണ് അൻസാരികൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റ പോയ ആളുകളാണ് മുഹാജിറുകൾ. അപ്പൊ ഈ വ്യത്യസ്ത പാരമ്പര്യവും വ്യത്യസ്ത ചരിത്രവും വ്യത്യസ്ത ഗോത്രങ്ങളും ഒക്കെ ആയി നിൽക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്തത്. ഔസ് ഖസ്റജ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി തന്നെ അവരൊന്നിച്ചു. പിന്നെ ഉള്ളത് മുഹാജിറുകളും അൻസാറുകളുമാണ്. മക്കയിൽ നിന്ന് പോയ മുഹാജിറുകൾ, ആ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമരാർജിത സ്വത്തിൻ്റെ, അതായത് വലിയ ഭാഗം നൽകുകയുണ്ടായി. അതായത് യുദ്ധത്തിൽ ലഭിക്കുന്ന സ്വത്താണ് ഗനീമത്ത് എന്ന് പറയും. അത് വളരെ കൂടുതൽ മുഹാജിറുകൾക്ക് കൊടുത്തു. ആ മുഹാജിറുകൾക്ക് കൊടുത്തതിന് അൻസാറുകൾക്ക് പ്രയാസമുണ്ടാകേണ്ടതില്ല എന്നത് ഖുർആൻ ആയത്തും വന്നു. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം. സ്വന്തം വീടുകളിൽ നിന്നും സ്വന്തം സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ട പാവങ്ങളായ മുഹാജിറുകൾ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ അനുഗ്രഹവും അല്ലാഹുവിന്റെ തൃപ്തിയും ആഗ്രഹിച്ച ആ പാവങ്ങൾ, വയൻസുറൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സഹായിച്ച എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ സഹായിച്ച ആളുകൾ, ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യവാന്മാർ. അപ്പൊ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, സ്വന്തം സ്വത്തും മുതലുമൊക്കെ ഉപേക്ഷിച്ച് പോവേണ്ടി വന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള സഹായവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടണമെന്ന ആഗ്രഹവും അത് മാത്രമാണ് ആ പാവങ്ങൾക്കുള്ളത്. അതാണ് മുഹാജിറുകൾ. ആ ആളുകളെ സഹായിച്ച അൻസാറുകൾ വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ്, ഈ മുഹാജിറുകൾക്ക് മുമ്പ് തന്നെ മദീനയിൽ താമസിക്കുകയും അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ, അവരാണ് അൻസാരികൾ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് പലായനം ചെയ്തു വന്ന, ഹിജ്റ ചെയ്തു വന്ന ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവർ നൽകിയതിൻ്റെ പേരിൽ അവരുടെ മനസ്സിൽ ഒരു വിഷമവും ഒരാവശ്യവും അവർക്ക് തോന്നിയിട്ടില്ല എന്നാണ്. എന്നാൽ മുഹാജിറുകൾ വന്നു ഒന്നുമില്ലാതെ, അവർക്ക് പണമില്ല, അവർക്ക് ജോലിയില്ല, അവർക്ക് കുടുംബങ്ങളില്ല, അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങളില്ല. അവരെ ഏറ്റെടുത്തു അൻസാരികൾ, അവർക്ക് ജോലി നൽകിയ അൻസാരികൾ, അവർക്ക് താമസ സൗകര്യം നൽകി, അവർക്ക് പണം നൽകി.
അവർക്ക് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ അൻസാരികൾ ചെയ്തതാ. യുഹിബ്ബൂൻ എന്നാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് വന്ന ആളുകളെ അവർ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. പിന്നെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങളെക്കാൾ അവരെക്കാൾ അവര് ഈ വന്ന ആളുകൾക്ക് പ്രാമുഖ്യം നൽകി എന്ന്. സ്വന്തം ആവശ്യമുണ്ട് എന്നാലും വന്നവരല്ലേ എന്ന നിലക്ക് മുഹാജിറുകൾക്ക് നൽകി. അവർക്ക് ആദരവും ബഹുമാനവും സഹായവും നൽകി. എന്നിട്ട് പറയുന്നു വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഏതൊരാൾ സ്വന്തം നഫ്സിന്റെ മനസ്സിന്റെ പിശുക്ക്, ആ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവരാണ് വിജയികൾ എന്ന്. പിശുക്കുള്ള ആളുകൾക്കൊന്നും കൊടുക്കാൻ തോന്നില്ല, സഹായം ചെയ്യാൻ കഴിയില്ല, ആളുകളെ ആ നിലക്ക് ഇടപെടാനും കഴിയില്ല. പിശുക്കന്മാർ എല്ലാം അവർക്ക് വേണം. ചില പിശുക്കന്മാർ അവർക്ക് വേണ്ടിയും ചെലവഴിക്കൂല, അവരെ മക്കൾക്ക് വേണ്ടിയും ചെലവഴിക്കൂല. ഇവിടെ പറയുന്നത് കുടുംബ ബന്ധമോ നാടിൻ്റെ ബന്ധമോ ഒന്നുമില്ലാത്ത ആളുകൾ ആദർശത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എത്തിച്ചേർന്ന് ഇവരെ അത്രയും സ്നേഹിച്ച് അവരെ വളർത്തി സ്വീകരിച്ചു എന്നുള്ളതാണ്. സൂറത്തുൽ ഹശ്റിൽ 9-ാമത്തെ ആയത്താണ്, 8-9 ആയത്ത്. അതിൻ്റെ വിശദീകരണം നിങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഔസ് ഹസറജ് ഗോത്രങ്ങൾ ഒന്നിച്ചു, മുഹാജിറുകളും നേരത്തെയുള്ള ഈ അൻസാരികൾ ഈ ഔസ് ഹസറജ് ഗോത്രത്തിൽപ്പെട്ടവരാണ് അധികവും, അവരും ഒന്നിച്ചു. ഇനി അവിടെ ബാക്കിയുള്ളത് യഹൂദന്മാരാണ്. യഹൂദന്മാരെയും കൂടി വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു കൂട്ടിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. മുഹമ്മദ് റസൂലാണ് ഞാൻ എന്ന് അവരെ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിനെ ഖുർആനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരോട് ഒരു ധാരണയുണ്ടാക്കി. ആ ധാരണയുടെ പേരാണ് മീസാഖുൽ മദീന, മദീന ഡിക്ലറേഷൻ, മദീന പ്രഖ്യാപനം എന്ന് പറയും. അതിന് സ്വഹൈഫത്തുൽ മദീന എന്നും ചരിത്രത്തിൽ പറയുന്നു. മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ഒരു വലിയ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നല്ലേ? ആ പ്രഖ്യാപനത്തിൽ യഹൂദ വിഭാഗത്തിന് യഹൂദികളായിക്കൊണ്ട് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയന്ത്രണത്തിൽ വന്ന, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണം നടത്തുന്ന ആ രാജ്യത്ത് എല്ലാ അവകാശങ്ങളും ലഭിച്ചുകൊണ്ട് ജീവിക്കാം എന്നാണ്. യഹൂദി സമൂഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, അതിന് തുടക്കം പറയുന്ന ഹാദാ കിതാബുൻ മിൻ മുഹമ്മദ് അൻ-നബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുഅ്മിനീനൽ മുസ്ലിമീൻ മിൻ ഖുറൈശ് വഅഹ്ലി യസ്രിബ് വമൻ തബിഅഹും ഫലഹിഖ ബിഹിം വജാഹദ മഅഹും ഇന്നഹും ഉമ്മത്തുൻ വാഹിദ. ഈ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രഖ്യാപനം, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ്, ഈ പ്രഖ്യാപനം ഖുറൈശികളായ മുസ്ലിങ്ങളായ മുഅ്മിനീകളായ ആളുകളും യസ്രിബിലുള്ള മദീനയിലുള്ള ആളുകളും അവരുടെ കൂടെ വന്നു ചേർന്നിട്ടുള്ള ആളുകളും അവരോടൊപ്പം നാടിനു വേണ്ടി യുദ്ധം ചെയ്തിട്ടുള്ള ആളുകളും നമ്മളെല്ലാവരും ഉമ്മത്തും വാഹിദ, ഒരൊറ്റ സമുദായമാണ്. അതിലാരൊക്കെ ഉണ്ട്? മക്കത്തുനിന്ന് വന്നവരുണ്ട്, മദീനത്തിൽ ഉണ്ടായിരുന്നവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ആ യഹൂദന്മാരുണ്ട്. യഹൂദന്മാർക്കിടയിൽ തന്നെ 4-5 പ്രമുഖ സമൂഹങ്ങളുണ്ട്. നമ്മൾ ഒന്നാണ് എന്നാണ് ആ പ്രഖ്യാപനം. ഈ ജനാധിപത്യം, മതേതരത്വം, ആധുനിക രാഷ്ട്രസങ്കല്പം എന്നതൊക്കെ നമ്മൾ കേട്ടു പഠിക്കുന്നത് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമാണ്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ പ്രഖ്യാപനം ഇസ്ലാമിക സമൂഹം പ്രഖ്യാപിച്ച ആദ്യത്തെ മതേതര ജനാധിപത്യ ഭരണഘടനയായി പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം ഉമ്മത്തും വാഹിദ, ഒരു നാട്ടിലെ പൗരന്മാരാണ്, ഒരു പ്രദേശത്തുള്ള ആളുകളാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ 52 കാര്യങ്ങളാണ് ഉള്ളത്.
നമ്മൾ പറയാറില്ലേ ഭരണഘടനയിലെ അനുച്ഛേദമെന്നോ ഖണ്ഡിക എന്നൊക്കെ പറയുന്ന 52 കാര്യങ്ങൾ. അതിൽ 25 കാര്യങ്ങൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിങ്ങൾ എങ്ങനെ, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ, മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം എന്നതാണ് 25 കാര്യങ്ങൾ. 27 കാര്യങ്ങൾ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട, മുസ്ലിങ്ങൾ യഹൂദന്മാരോട് എങ്ങനെ പെരുമാറണം, യഹൂദന്മാർക്ക് എന്തെല്ലാം അവകാശമുണ്ടാകും, ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വന്നു. അതിൽ പറഞ്ഞത് ഇന്നഹും ഉമ്മത്തും വാഹിദ എന്നാണ്, മിൻ ദൂനിന്നാസ്. അതായത് നമ്മൾ ഇവിടെ കൂടിയ ഈ ആളുകൾ നമ്മൾ ഒരൊറ്റ സമൂഹമാണ് എന്ന് അവിടെ പ്രഖ്യാപിച്ചു. ഇന്നൽ യഹൂദ യുൻഫഖൂന മഅൽ യഹൂദ് മഅൽ മുസ്ലിമീൻ മദാമു മുഹാരിബീൻ. മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടിൻ്റെ സുരക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന കാലത്തോളം ഈ യഹൂദന്മാരുടെ ചെലവുകളും നമ്മൾ വഹിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. വഇന്ന അലൽ യഹൂദി നഫഖതഹും വഅലൽ മുസ്ലിമീന നഫഖതഹും. യഹൂദന്മാർക്ക് അവരുടെ ജീവിത ചെലവിന് അവകാശമുണ്ട്, അതുപോലെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ജീവിത ചെലവിന് അവകാശമുണ്ട്. അവകാശം തുല്യ അവകാശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. പിന്നെ ഉള്ളത് എന്താ? അപ്പം ജീവിക്കാനുള്ള അവകാശം, കലഹമില്ലാതെ, കുഴപ്പമില്ലാതെ, ആളുകൾക്കിടയിൽ വേർതിരിവില്ലാതെ. ഇന്നിപ്പോൾ പറയില്ലേ അന്യരെ ഉൾക്കൊള്ളുക, അത് അന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മതത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഭാഷയുടെ, അതുപോലെ തന്നെ മതത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഭാഷയുടെ, നാടിൻ്റെ പേരിലൊക്കെ തന്നെ വെറുപ്പ്, അകറ്റൽ, അനീതി കാണിക്കൽ, സ്വജനപക്ഷപാതം, ഇതൊക്കെ വളർന്നു വരുന്നുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ യഹൂദന്മാരെ കൂട്ടി നിർത്തിയിട്ട്, മുസ്ലിങ്ങളെ കൂട്ടി നിർത്തിയിട്ട്, മക്കയിൽ നിന്ന് വന്നവരെയും മദീനയിൽ ഉണ്ടായിരുന്നവരെയും കൂട്ടി നിർത്തിയിട്ട് ഉമ്മത്തും വാഹിദ, നമ്മൾ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജീവിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും വെച്ചു കൊടുത്തു. ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല, ഹുർരിയത്തുൽ അഖീദത്തി വൽ ഇബാദ, വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും കാര്യത്തിലുള്ള സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം. യഹൂദന്മാർക്ക് യഹൂദികളായി തന്നെ അവിടെ ജീവിക്കാം, അവർക്ക് അവരുടെ ആരാധന നിർവഹിക്കാം, മറ്റുള്ളവർക്കും അത് ചെയ്യാം. ആരും ആരെയും അവരുടെ മതത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്താ? ഓരോ പ്രദേശത്ത് അതിർത്തിയുടെ പേര് തർക്കങ്ങൾ, അല്ലേ? പലസ്തീൻ, ഗസ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കുന്നത് വെറുപ്പിൻ്റെ പേരിലാണ്. ഒന്നുകിൽ ഒരു മതത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയുടെ ഒക്കെ പേരിലാണ്. ആരാധനാലയങ്ങൾ പൊളിക്കപ്പെടുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. എന്താ അതിൻ്റെ കാരണം? വെറുപ്പ് മാത്രമാണ്. എന്നിട്ട് ഇപ്പം UN പോലുള്ള പൊതുവേദികൾ നിയമമുണ്ടാക്കുകയാണ് അത് ചെയ്യരുതെന്ന് പറയാൻ. ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്ത് പോലും ഉണ്ടാക്കി. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏതെല്ലാം ആരാധനാലയങ്ങൾ ഏത് വിഭാഗം നടത്തിയിരുന്നോ അവരുടേതായി തുടരണം എന്ന്. അതെന്താ? അത് കലഹമില്ലാതെ ജീവിക്കുവാനുള്ള വളരെ വലിയ ബുദ്ധിജീവികളും നിയമജ്ഞന്മാരും ആലോചന നടത്തി പ്രഖ്യാപിച്ച ഒരു നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് 1447 വർഷങ്ങൾക്ക് മുമ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, ഇവർക്ക് ഇവരുടെ മതം അനുസരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധന നടത്താം, ഇവർക്ക് ഇവരുടെ ആരാധന നടത്താം. ആ പ്രഖ്യാപനം കേട്ടു വളർന്ന സഹാബിമാർ, ഖലീഫമാർ, അവരങ്ങനെയാണല്ലോ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റ് രാജ്യങ്ങളിലേക്ക് ചേർന്ന സഹാബിമാർ പല സ്ഥലങ്ങളും ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന സന്ദർഭത്തിൽ പ്രത്യേകം പറഞ്ഞു, അവിടെ ജീവിക്കുന്ന ഇതര മതസ്ഥരെ ഉപദ്രവിക്കരുത്, അവരുടെ ആരാധനാലയങ്ങൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ അത് തകർക്കരുത്, അവർക്കവരുടെ കുരിശുമായി ഘോഷയാത്ര നടത്താൻ സ്വാതന്ത്ര്യമുണ്ടാകും ഈ രാജ്യത്ത്, ആരാധനാലയങ്ങളിൽ ധ്യാനിച്ചു കഴിയുന്ന ഭക്തജനങ്ങളെ ഉപദ്രവിക്കരുത്. ഇതൊക്കെ ഇസ്ലാം നൽകുന്ന, അന്ന് പ്രഖ്യാപിച്ച, ഇന്ന് ലോകം ആലോചിക്കുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഉന്നതമായ ആശയങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും നീതി ലഭിക്കണം.
നീതിയുടെ വിഷയത്തിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഇന്നൻ നസ്ര ലിൽ മദ്ലൂം എന്നാണ്. മദ്ലൂമിനാണ്. മദ്ലൂം എന്ന് പറഞ്ഞാൽ മർദിതൻ. മർദിതന്റെ കൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുക. മർദിതന്റെ കൂടെയാണ് നമ്മളെല്ലാം ഉണ്ടാവേണ്ടത്. മർദ്ദിക്കപ്പെട്ടയാള്, ഒരു പക്ഷേ മർദ്ദിച്ചവൻ മുസ്ലിം ആവാം, മർദ്ദനത്തിന് ഇരയാവൻ യഹൂദിയാവാം, മറ്റു മതക്കാരനാവാം, അല്ലെങ്കിൽ മർദ്ദിച്ചവൻ അന്യമതസ്ഥനാവാം, മർദ്ദനം ലഭിച്ചത് മറ്റൊരു മതക്കാരനാവാം. എന്തായാലും ശരി, അങ്ങനെ ഒരു വർഗത്തിൻ്റെയും കക്ഷിയുടെയും പേരിൽ കൂടെ നിൽക്കില്ല. ആരുടെ കൂടെ? മർദ്ദകന്റെ കൂടെ, പീഡിപ്പിച്ച ആളുടെ കൂടെ, അക്രമിയുടെ കൂടെ നിൽക്കില്ല. നമ്മൾ പീഡിതന്റെ കൂടെ, മർദ്ദിതന്റെ കൂടെ, അക്രമത്തിന് വിധേയനായവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തുല്യനീതി എന്നതാണ് ആ പ്രഖ്യാപനം. മറ്റൊരു ഒരു വിഷയമുള്ളത് ഈ പ്രഖ്യാപനം അതുവരെയും ഗോത്രവർഗ ബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അഹങ്കാരം നടിക്കുകയും കലഹിക്കുകയും ചെയ്യലായിരുന്നു. ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന് ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞ് അത് നിർത്തി. അങ്ങനെയൊന്നും ഇനി പാടില്ല, മനുഷ്യ സമൂഹം ഒന്നാണ് എന്ന പ്രഖ്യാപനവും അന്നത്തെ ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായി. അപ്പൊ ഇതിൽ എന്തെല്ലാം വന്നു എന്നല്ലേ? മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യം, സാമൂഹിക സുരക്ഷ, മറ്റൊന്ന് ന്യൂനപക്ഷ സംരക്ഷണം. അവർക്ക് ഇന്ന് വലിയ വിഷയങ്ങളാണ് മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത്. മദീനയിൽ യഹൂദന്മാർ കുറച്ചേ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ജീവിക്കാം, മുസ്ലിങ്ങളുടെ കൂടെ എന്നാ പറയുന്നത്. അവർക്ക് ആവശ്യമുള്ള എല്ലാം നൽകാമെന്നാണ് പറയുന്നത്. അവർക്ക് അവരുടെ ആരാധനയും അവരുടെ ആരാധനാലയങ്ങളും വിശ്വാസവും കൊണ്ട് നടക്കാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമായ സമൂഹത്തിന് പ്രത്യേക സുരക്ഷയും അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഹിജറ എന്ന് പറയുമ്പോഴേ ആ ഹിജറയുടെ ഫലമായി മദീനയിലെത്തിയ ഈ പ്രകാശം, മഹത്തായ ഈ സന്ദേശം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവന എത്ര വലുതാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൻ്റെ ആദ്യ ദിവസം മുതൽക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളും ഹൃദയ വിശാലതയുള്ളവരാണ്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പലരുമുണ്ട്, ദൈവവിശ്വാസികളും വിശ്വാസമില്ലാത്തവരുമുണ്ട്. അതിൽ മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട്, പല മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഒരു മതത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. ഇവരോടൊക്കെ തന്നെ മനുഷ്യരെന്ന നിലക്ക്, നാട്ടിലെ പൗരന്മാരെന്ന നിലക്ക്, ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചു പോകാനുള്ള ഹൃദയവിശാലത നാം കാണിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു വലിയ മാതൃകാ സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇസ്ലാം ദീനിൻ്റെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും, അത് ആരാധനാ കാര്യങ്ങളായാലും വിശ്വാസ കാര്യങ്ങളായാലും സ്വഭാവ സംബന്ധമായ കാര്യങ്ങളായാലും സാമ്പത്തിക ഇടപാടുകളായാലും കുടുംബ നിയമങ്ങളായാലും ഭരണ നിയമങ്ങളായാലും എന്തായാലും അത് ഏറ്റവും ഉന്നതവും ഏറ്റവും പരിഷ്കൃതവും ഏറ്റവും ഉപകാരപ്പെടുന്നതും ആർക്കും സ്വീകരിക്കാവുന്നതും ആണ് എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായ സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ഹിജ്റയിലും മദീന ജീവിതത്തിലും നമുക്കതേറെ കാണാൻ സാധിക്കും. നാം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചു കാലം ഖുത്ബ നടത്തിയിരുന്ന പണ്ഡിതനും പ്രഭാഷകനും ഖത്തീബുമൊക്കെയായ മൗലവി അബ്ദുൽ ഹമീദ് മദീനി നമ്മുടെയൊക്കെ ഉസ്താദാണ്. അദ്ദേഹം സുഖമില്ലാതെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് രോഗശമനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമായി വിഷമിക്കുന്ന ആളുകളെ എല്ലാ രോഗങ്ങളെയും വിഷമങ്ങളെയും ദൂരീകരിച്ച് തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള സന്ദർഭം അവസരം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കാനുള്ള ഈമാനും ശക്തിയും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.